Kutti Patrumal Season 2 powered by Cubix and celebrated by Maria's Pickle. കുട്ടിപ്പട്രുമാലിന്റെ ഈ വേദിയിൽ ഇനി അരങ്ങേറുന്നത് ഗൃഹാതുരമായ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്. മഴയും മലയാളിയും തമ്മിലുള്ള സംഗീതാത്മകമായ ആത്മബന്ധത്തിന് നാം കടപ്പെട്ടിരിക്കുന്നത് എന്നും ബാല്യകാലത്തോടാണ്. ചാഞ്ഞും ചരിഞ്ഞും നമ്മൾ മഴയത്തൂടി നടക്കുമ്പോഴുള്ള ആ ഓർമ്മകളില്ലേ, കൊടയൊക്കെ പിടിച്ചിട്ട് ആ നടക്കുന്ന ഓർമ്മകൾ എന്നും നമ്മുടെ മനസ്സിനെ ആദരമാക്കുന്നു. പോപ്പി അംബ്രല്ല മാർട്ട് നൽകുന്ന വർണ്ണശബളമായ കുടകളാണ് നമ്മുടെ കുട്ടിപ്പട്രുമാലിന് കുഞ്ഞു കുരുന്നുകൾക്ക് ലഭിക്കുന്നത്. ഇത് നൽകുന്നതിനായി നമ്മുടെ ജഡ്ജസ് ആയ ഫിറോസിക, സജ്ല ആൻഡ് ഷബ്നത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഇനി കുട്ടിപ്പട്രുമാലിലെ നമ്മുടെ കുഞ്ഞു കുരുന്നുകളെ, സുന്ദര കുട്ടന്മാരെയും കുട്ടികളെയും നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. അപ്പൊ നമ്മുടെ കുട്ടിപ്പട്രുമാലിലെ കുട്ടി കുരുന്നുകളെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണല്ലേ കുട വാങ്ങിക്കാൻ. നാളെ സ്കൂൾ തുറക്കാണ്. അപ്പോൾ പുതിയ പാപ്പിക്കുടയൊക്കെ പിടിച്ചിട്ട് സ്കൂളിൽ പോവാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കുട തരാൻ പോകുന്നത് നമ്മുടെ ഫിറോസിക്കയാണ്. ഫിറോസിക്ക, പ്ലീസ് ഡു ദ ഓണേഴ്സ്. എല്ലാവർക്കും അല്ല, ആദ്യത്തെ കുട ഫിറോസിക്ക തന്നെ കൊടുക്കണം. ഈ കുടയായിട്ടല്ലേ പോവും ആദ്യത്തെ ദിവസം ക്ലാസ്സിൽ അല്ലേ. സ്കൂളിൽ ചെല്ലുമ്പോൾ എന്താ ആദ്യത്തെ ദിവസം എന്തോന്നുണ്ടല്ലോ. ഇപ്പോൾ എന്താ അതിന് പറയാ, പ്രവേശനോത്സവം ഇല്ലേ സ്കൂളിലൊക്കെ. എല്ലാവരെയും വരവേറ്റ് ചെണ്ടയും ഒക്കെ മുട്ടിയിട്ട് എല്ലാ സ്കൂളിലും ഇല്ലേ, അത് എല്ലാവരുടെ സ്കൂളിലും. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ ചെറിയൊരു മഴ ഉറപ്പാണ് അല്ലേ, ചെറിയൊരു മഴ ഉറപ്പാണ്. അപ്പോൾ ഈ കുടയെല്ലാം ചൂടിയിട്ട് അപ്പോൾ ആ കുട ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് പറയണം എല്ലാവരും? കുട്ടിപ്പട്രുമാലിൻ്റെ കുടയാണ്, പോപ്പി തന്ന സമ്മാനമാണ് എന്ന് പറയണം കേട്ടോ. പോപ്പി അംബ്രല്ല മാർട്ട് നമ്മുടെ കുട്ടി കുരുന്നുകളിലെ ആ ഒരു ടാലന്റ് ഒക്കെ കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ കുട തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു വലിയ നന്ദി ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. സോ പോപ്പി കുടകൾ ഇനിയും ഫിറോസിക്കയും സജ്ലയും അതുകൂടാതെ ഷബ്നവും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഫിറോസിക്ക പ്ലീസ്. പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ, ഹേ കുട്ടി കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ, ഇത് പാടും കുഞ്ഞുറുമാൽ മനമേറും പൊന്നുറുമാൽ, ഇത് പാടും കുഞ്ഞുറുമാൽ മനമേറും പൊന്നുറുമാൽ, അഴകോലും പാട്ടുറുമാൽ അഴകേറും പട്ടുറുമാൽ, അഴകോലും പാട്ടുറുമാൽ അഴകേറും പട്ടുറുമാൽ, കുട്ടി കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ. മഴയെ വരവേൽക്കാൻ, സ്കൂൾ ദിനങ്ങളെ വരവേൽക്കാൻ കുട്ടിപ്പട്രുമാലിലെ കുട്ടി കുരുന്നുകളെല്ലാം പോപ്പി അംബ്രല്ല മാർട്ട് അവർക്ക് സമ്മാനിച്ച പോപ്പി കുടകളുമായി റെഡിയാണ് അല്ലേ? അതെ, മഴ വരുന്നു എന്ന് പറഞ്ഞു എല്ലാവരും കുട തുറന്നു. നോക്കൂ, കുട തുറന്ന കറക്റ്റ് സമയത്ത് അതാ മഴ. നോക്കി മഴ മഴ വന്നു. മധുമയമായാൻ പാടാ കടവിലെ കിളികൾ തൻ കനവിലെ മോഹമാ
ഉത്സവ ലഹരിയിലാണ് കുട്ടിപ്പട്ടുറുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. എല്ലാവരും അവരുടെ പോപ്പി കുടയൊക്കെ ഇങ്ങനെ കിട്ടി അതിന്റെ സന്തോഷത്തിലിരിക്കുകയാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം. പോപ്പി അംബ്രല്ല മാർട്ട് നൽകിയ ആ പുതിയ പോപ്പി കുടയും കൊണ്ട് സ്കൂളിൽ പോകാം എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട് അവർക്ക് എല്ലാവർക്കും. ആ ഒരു സന്തോഷത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് കോമ്പറ്റീഷൻ പെർഫോമൻസിലേക്ക് കടക്കാം. ആദ്യമായി എത്തുന്നത് ചിരിയുറുമാൽ റൗണ്ടിൽ ഇർഫാൻ. ഹായ്, ഞാൻ ഇർഫാൻ. ഞാൻ ചിരി റൗണ്ടിൽ പാടുന്നത് വറുത്ത പച്ചയെ ഇടിച്ചു തള്ളുന്ന മിടുക്കി പാത്തുമ്മ എന്ന് പറയുന്ന പാട്ടാണ്. ഈ പാട്ടിൽ എൻ്റെ അനുജത്തിയുടെ കല്യാണമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ കല്യാണത്തിൽ ചെക്കൻ ദുബായിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ അനുജത്തിയുടെ കല്യാണം നിങ്ങൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ചേച്ചി, ഞാൻ ശരിക്കും ഇങ്ങനെ എന്താ പറയാ കാണാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ഇർഫാന്റെ ഈ ഒരു റൗണ്ട് ചിരിയുറുമാൽ. കാരണം എന്താണെന്നറിയോ? ഇല്ല. കാരണം ഏറ്റവും കൂടുതൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ചിരിയുറുമാൽ റൗണ്ടിൽ സപ്പോർട്ട് ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇർഫാൻ. ഇർഫാന്റെ അഭിനയം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ആദ്യം മുതൽ അവസാനം വരെ ക്യാരക്ടറായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി കൂടിയാണ്. ഞാൻ ഇത്രയും പുകഴ്ത്തുന്നത് എന്തിനാന്ന് മനസ്സിലായോ? നന്നായിട്ട് പെർഫോം ചെയ്യണം. ചിരിയുറുമാൽ റൗണ്ടിൽ ആരായിട്ടാണ് എത്തിയിരിക്കുന്നത്? എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന്. അനിയത്തിയുടെ കല്യാണത്തിന് ചേട്ടൻ വന്നിരിക്കുകയാണല്ലേ? ഗെറ്റപ്പ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ആ പൊടി മീശയും കലക്കിയിട്ടുണ്ട്. ഇനി പെർഫോമൻസും കൂടെ അങ്ങ് കലക്കുക, അത്ര തന്നെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോനു. അറിയാമോ, എൻ്റെ അനിയത്തിയുടെ കല്യാണമാ. സുന്ദരിയായ എൻ്റെ അനിയത്തി ദുബായിൽ നിന്നാ ചെക്കൻ. വറുത്ത പച്ചരി ഇടിച്ചു തള്ളുന്ന മിടുക്കി പാത്തുമ്മ, വറുത്ത പച്ചരി ഇടിച്ചു തള്ളുന്ന മിടുക്കി പാത്തുമ്മ, നിന്റെ ചിരട്ടപ്പുട്ടിന്റെ സാധു നോക്കണ ദിവസമെന്നാണ്, പൊന്നേ ദിവസമെന്നാണ്. വറുത്ത പച്ചരി ഇടിച്ചു തള്ളുന്ന മിടുക്കി പാത്തുമ്മ, നിന്റെ ചിരട്ടപ്പുട്ടിന്റെ സാധു നോക്കണ ദിവസമെന്നാണ്, പൊന്നേ ദിവസമെന്നാണ്. കരുത്തൻ മാപ്പിള അടുത്തു വന്നിട്ട് കാനയെത്തും നാളിൽ നിന്റെ കസവതട്ടം തട്ടി മാറ്റണ നിമിഷമേതാണ്, നിമിഷമേതാണ്. വറുത്ത പച്ചരി ഇടിച്ചു തള്ളുന്ന മിടുക്കി പാത്തുമ്മ, നിന്റെ ചിരട്ടപ്പുട്ടിന്റെ സാധു നോക്കണ ദിവസമെന്നാണ്, പൊന്നേ ദിവസമെന്നാണ്.
ഇർഫാനെ ചേച്ചി എന്താ ഇവിടെ കാണിച്ചു കൂട്ടിയെ? പെങ്ങളെന്ന് പറഞ്ഞപ്പോ ആദ്യം നമ്മൾ വിചാരിച്ചു നാണം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോളൊക്കെ വെച്ച് മുഖം മറയ്ക്കുന്നതെന്ന്. ഇന്ന അതേ ഒരു കുട്ടിച്ചക്കൻ വന്നു. എവിടുന്നാ വന്നേക്കണേ? ദുബായിൽ നിന്ന് വന്നേക്കുന്നു അല്ലേ പുതിയാപ്പിള വന്നിട്ട് പെൺകുട്ടിയുടെ എന്ത് കണ്ടിട്ടാ ബോധം കെട്ടി വീണത്? പല്ലാണോ? ആ പല്ലൊന്ന് കാണിച്ചു കൊടുത്തേ എല്ലാവർക്കും. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അർഷിതിനെ ഈ പെൺവേഷത്തിൽ കാണുന്നത് തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ്. പക്ഷെ അതിനെക്കാട്ടിയും ഗംഭീരമായിട്ടുണ്ട് ആ പല്ലുകള്. ഇർഫാൻ, പെർഫോമൻസിനെ കുറിച്ചൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് എന്താ തോന്നിയെന്ന് അറിയാം ഇർഫാനെ കാണുമ്പോൾ? പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വതയുള്ള ഒരു കുട്ടിയായിട്ടാണ് തോന്നുന്നത്, ക്യാരക്ടർ ആണെങ്കിലും എല്ലാം. എനിവേസ്, പെർഫോമൻസിലേക്ക് നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് തന്നെ ചോദിക്കാം അവരുടെ അഭിപ്രായം. ഫിറോസിക്ക, എങ്ങനെ ഉണ്ടായിരുന്നു? ഇർഫാൻ സർ. തകർത്ത് കളഞ്ഞടാ. താങ്ക് യു സർ. മനോഹരമായി പാടി. ഞാൻ പാട്ട് പറയണോ അതോ അതിൻ്റെ വിഷ്വൽ ഭംഗിയെക്കുറിച്ച് പറയണോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അത് ഇവരിൽ നിന്ന് തുടങ്ങാം കേട്ടോ. തുടങ്ങാനൊന്നുമില്ല, മനോഹരമായി. എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, അതെല്ലാം അസ്ഥാനത്തായിപ്പോയി. പുതുപെണ്ണ് ഇങ്ങനെ തട്ടമൊക്കെ മാറ്റുമ്പോൾ ഒരു സുന്ദരി ഇങ്ങനെ, ഞാനിത് ആരാ റബ്ബേന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. തട്ടങ്ങോട്ട് മാറ്റിയപ്പോൾ അതാ വരുന്ന ഒരു, ഒന്ന് കാണിച്ചേ, ശരിക്കൊന്ന് കാണിച്ചേ, പൂർണ്ണ തട്ടം മാറ്റിയിട്ട്. ആയിഷ്, എന്തൊരു സുന്ദരി. ഏട്ടത്തിയോ അനിയത്തിയോ ഉണ്ടോ ഇതുപോലെയുള്ള? ഉണ്ടോ ഇല്ല അല്ലേ? സിംഗിൾ പീസാണ്. ഒരാളാണ് മതിയല്ലോ, പോരെ പൂരം. അത് നന്നായി. വിഷ്വൽ പിന്നെ അതിൻ്റെ ബാക്കിയെല്ലാം നന്നായി. വിഷ്വൽ മറ്റു കുട്ടികളൊക്കെ നമ്മളിപ്പോൾ അപ്രീഷിയേറ്റ് എടുത്തെടുത്ത് പറയണ്ട. ഇർഫാൻ്റെ പാട്ട് അസാധ്യമായിട്ട് പാടി. താങ്ക് യു സർ. അതിൽ വേണ്ട സംഗതികളൊക്കെ മനോഹരമായിട്ട് പാടി കേട്ടോ. എല്ലാ ഭാഗങ്ങളും ഭംഗിയായിട്ട് എടുത്ത് പാടി. മോൻ ഈ വിഷ്വലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ആ ചിത്രീകരണങ്ങളൊക്കെ നടന്നെങ്കിൽ പോലും മോൻ്റെ പാട്ടിൽ നിന്ന് ഒരു അണുമണി പോലും എവിടെയും എല്ലാ സ്ഥലത്തും ഭംഗിയായിട്ട് പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. താങ്ക് യു ഫിറോസിക്ക. സജ്ല, നമ്മളുടെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും നല്ല ഹാപ്പിയിലാണ് അല്ലേ? തുടങ്ങിയത് തന്നെ എല്ലാവർക്കും നല്ല പോപ്പി കൂടെ കിട്ടിയിട്ട് നല്ല സന്തോഷത്തോടെ തുടങ്ങി. നല്ല ഫസ്റ്റ് തന്നെ നല്ലൊരു ചിരി ഉറുമാൽ നല്ലൊരു പാട്ടുമായിട്ട് ഇർഫാൻ വന്നു. അത് ഇർഫാൻ്റെ നല്ലൊരു മനസ്സുണ്ട് അല്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യാനുള്ളൊരു നല്ലൊരു മനസ്സുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്തു. പാട്ടിൻ്റെ പെർഫെക്ഷൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു തെറ്റും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, തിരുത്തിത്തരാനും ഇല്ല. അത്രക്കും നന്നായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് പൊളിച്ചടക്കി. അസർ ആൻഡ് അർഷിദ് കമാൽ നന്നായിട്ട് ചെയ്തു കേട്ടോ. അതിൽ അസർ നന്നായി എന്ന് വെച്ചാൽ നന്നായി ചെയ്തു, അടിപൊളിയായിരുന്നു കാണാൻ. എല്ലാവരും ഒരാൾ പോലും ചിരിക്കാണ്ട് ഇരുന്നിട്ടുണ്ടാവില്ല, എല്ലാവരെയും ചിരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. ഗുഡ് ലക്ക്. താങ്ക് യു സജ്ല. ഷബ്നം, സൂപ്പർ. താങ്ക് യു. ഭയങ്കരമായിരുന്നു. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ആ ഒരു സോങ്ങിൻ്റെ അത്രയും ടൈം കൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചത്. ഞങ്ങൾ എന്തൊക്കെ കണ്ടെന്നറിയോ? നല്ലൊരു പാട്ട് കേട്ടു, നല്ലൊരു സ്കിറ്റ് കണ്ടു, ഭയങ്കര സംഭവമായിരുന്നു. കൂടുതലായിട്ടൊന്നും പറയാനില്ല. മോൻ കൊടുക്കേണ്ടടുത്ത് കറക്റ്റ് മോഡുലേഷൻസ് കൊടുത്തു, തിങ്സൊക്കെ കറക്റ്റായിട്ട് പാടി. അത്രയ്ക്കേ ഉള്ളൂ, ഒന്നും പറയാനില്ല. താങ്ക് യു. സൂപ്പർ. ഓക്കെ, അപ്പൊ ഇനി അറിയേണ്ടത് മാർക്സ് ആണ്. മാർക്സ് ചോദിക്കണ്ടേ? നമ്മുടെ ഈ പല്ലുള്ള സുന്ദരി തന്നെ ചോദിക്കട്ടെ. മാർക്സ് എത്രയാണെന്ന് ചോദിക്കും ഫിറോസിക്ക് അടുത്ത്. 39.5. 39.5 out of 40. സജ്ല, ഇർഫാനെ 30 out of 30. 30 out of 30 ഇർഫാനെ. ഷബ്നത്തെ അടുത്ത് ചോദിക്കാം. ഷബ്നം, ഒരു സംശയമില്ല, 30 on 30. 30 on 30 again. അതായത് ടോട്ടൽ മാർക്സ് 99.5 out of 100. താങ്ക് യു. കൊട കിട്ടിയേണ്ട സന്തോഷമാണോ ഇതൊക്കെ? ഓൾറൈറ്റ്, ഓൾ ദി ബെസ്റ്റ്. ഇനി പല്ലൂര കേട്ടോ. താങ്ക് യു. സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു റൗണ്ടാണ് ഈ റൗണ്ട്, സന്ദേശം റൗണ്ട്. നമ്മൾ സന്ദേശം റൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ ആൾക്കാർ വന്ന് പാടും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ അല്ല, കുട്ടിപ്പട്ടുറുമാലാണ്, നമ്മുടെ കുട്ടി താരങ്ങൾ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത്. വലിയ സന്ദേശവുമായി വരുന്നു നമ്മുടെ കൊച്ചു ഗാനാഞ്ജലി. ഹലോ, എൻ്റെ പേര് ഗാനാഞ്ജലി. സന്ദേശം റൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്നത് റൂഹിന് പറയാനാകുമോ എന്ന ഗാനമാണ്. ഇതിന്റെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർ ഭൂമിയിൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുക. മരിക്കുമ്പോൾ ഈ നല്ല കാര്യങ്ങൾ മാത്രമേ നിങ്ങളോടൊപ്പം ഉണ്ടാകൂ. എല്ലാവരും എൻ്റെ പാട്ട് കേട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കുക.
ഗാനാഞ്ജലി, എന്തോ? നല്ല കളർഫുൾ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. താങ്ക് യു. സുന്ദരി കുട്ടിയായിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ ഗാനാഞ്ജലി, ഇന്ന് ഏത് സന്ദേശമാണ് മോള് സെലക്ട് ചെയ്തിരിക്കുന്നത്? മനുഷ്യർ ഭൂമിയിൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുക. മരിക്കുമ്പോൾ ഈ നല്ല കാര്യങ്ങൾ മാത്രമേ മനുഷ്യരോടൊപ്പം ഉണ്ടാവൂ. വളരെ കൃത്യമായിട്ട് ടോപ്പിക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു ഗാനാഞ്ജലി. അതിന് തന്നെ നല്ലൊരു കൈയടി കൊടുക്കണം, ആ സന്ദേശം ഇത്ര വ്യക്തമായി പറഞ്ഞതിന്. അപ്പോൾ ഏത് പാട്ടാണ് മോളെ പാടുന്നത്? റൂഹിന് പറയാനാകുമോ? ഓക്കെ, ഗംഭീരമായിട്ട് പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളു.
ഗാനാഞ്ജലി, എന്തോ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഗാനാഞ്ജലി. താങ്ക് യു. ബ്യൂട്ടിഫുൾ സിംഗിങ്. ഇനി ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ജഡ്ജസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഷബ്നം. ഗാനാഞ്ജലി, എന്തോ ഗാനാഞ്ജലി തന്നെയായിരുന്നു. താങ്ക് യു. ആദ്യം ഓർക്കസ്ട്രയ്ക്കൊരു ക്ലാപ്സ്. സൂപ്പർ. എന്തൊരു സോങ് ആണ് ഗാനാഞ്ജലി. ഈ സോങ് എടുത്തുകൊണ്ട് വന്നതിനൊരു താങ്ക്സ്. കാര്യം അത്രത്തോളം ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രേവതി രാഗമാണിത്. ഒരു നമുക്ക് ഭയങ്കര ഫീലാണ് ഈ രാഗത്തിന് തന്നെ. അതിൻ്റെ എല്ലാ ഒരു കറക്റ്റ് രാഗത്തിൻ്റെ എല്ലാ ഇതും കൊടുത്തിട്ടുള്ള ഒരു സോങ്ങാണിത്, കോമ്പസിഷനാണിത്. മോള് പാടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അനുപല്ലവിയിലൊക്കെ ചില തിങ്സിന് ക്ലാരിറ്റി, അതായത് തിങ്സ് അങ്ങ് സ്ലിപ്പ് ചെയ്ത് പോവാണ്. ഒരുങ്ങിക്കോ, പിന്നെ പുൽകിക്കോ, ഓർമ്മിക്കൂ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് മനസ്സിലാവും അത് കേൾക്കുമ്പോൾ. അവിടേക്ക് ഇങ്ങനെ സംഗതി വരുന്നില്ല, സംഗതി അങ്ങ് സ്ലിപ്പായിട്ട് പോവാണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ. എന്നാൽ ചില സംഗതികൾ മോള് നന്നായിട്ട് പാടുന്നുമുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. ഫിറോസിക്ക. ഗാനാഞ്ജലി, എന്തോ നന്നായി പാടി മോളെ. താങ്ക് യു. നന്നായി പാടി കേട്ടോ. ടഫ് സോങ് ആണ്. ഇത് ആരൊക്കെയാ അതിൻ്റെ ശില്പികൾ എന്നൊക്കെ അറിയോ? എഴുതിയത് OM കരുവാരക്കുണ്ട്, പാടിയത് ഉണ്ണികൃഷ്ണൻ സാർ. സംഗീതം കണ്ണൂർ നൗഷാദ് കേട്ടോ. ഇത് വളരെ പ്രശസ്തമായ ഒരു പാട്ടാണ്. ഉണ്ണികൃഷ്ണൻ എന്ന ഗായകൻ പാടി വെച്ച പാട്ടുകളെല്ലാം ടഫാ അല്ലേ? എന്നെ വിളയൊക്കെ കേട്ടിട്ടില്ലേ? ഒരു 1.5 പാടലാണ് പാടി വെക്കുക. വല്ലാത്തൊരു സിംഗിങ് ആണ് അല്ലേ? ഇതിൽ ഇങ്ങനെ കിടക്കുന്ന പ്ലാനുകളാണ് പാടി വെച്ചിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ. മോള് അതൊക്കെ പാടി, എനിക്കതൊക്കെ പാടിയെന്ന് തന്നെ പറയാനുള്ളത്. അല്ലാതെ ഞാനങ്ങനെ കീറി മുറിക്കേണ്ട കാര്യമില്ല. എനിക്ക് മോള് ഒന്നുകൂടി ശരിയാക്കി എടുക്കേണ്ടത് ശബ്നം പറഞ്ഞ ഭാഗം തന്നെ. അതെങ്ങനെ പാടുക എന്ന് മോൾക്കറിയാം. ആ ട്വിസ്റ്റാണ് പോകുന്നത്. അത് ചെറിയ കാര്യമാണ്, അത് മാത്രമേ ഉള്ളൂ. ആ ടേൺ മാത്രം എല്ലാ സ്ഥലങ്ങളിലും. ഒരുങ്ങിക്കോ, പുൽകിക്കോ, ആ ഭാഗം. ബാക്കിയെല്ലാം ഭംഗിയായിട്ട് പാടി. അപ്പോൾ ഗാനാഞ്ജലി ഒരു ഗാനത്തിൻ്റെ ഒരു അഞ്ജലി തന്നെയാണ്. താങ്ക് യു ഫിറോസിക്ക. സജ്ല. എനിക്ക് മാപ്പിളപ്പാട്ടിൽ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട പാട്ടിലൊരു പാട്ടാണിത്. അത് മോള് സെലക്ട് ചെയ്തതിൽ താങ്ക് യു സോ മച്ച് ഗാനാഞ്ജലി. ദി ഗ്രേറ്റ് ഉണ്ണികൃഷ്ണൻ സർ അത്രക്കും മനോഹരമായിട്ട് പാടി വെച്ചിരിക്കുന്ന ഒരു പാട്ടാണല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ മോളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടും കൂടുതൽ എനിക്ക് കിട്ടി കേട്ടോ ഈ പാട്ടിൽ. ഭയങ്കര ധൈര്യം തന്നെയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ സാറൊക്കെ പാടി വെച്ച പാട്ടെടുത്ത് പാടണമെങ്കിൽ ഭയങ്കര ധൈര്യം തന്നെ വേണം. ആ ഒരു ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. അത് പാടി ഫലിപ്പിക്കാനും പറ്റി മോൾക്ക്. നന്നായി പാടി മോള്. കാരണം ഈസി ആയിട്ടൊന്നും പാടാൻ പറ്റുന്ന ഒരു പാട്ടല്ല, നല്ല ടഫായിട്ടുള്ളൊരു പാട്ട് തന്നെയാണ്. പിന്നെ താഴത്ത് നോക്കി തന്നെ പാടണ്ട, സ്ട്രെയിറ്റ് നോക്കി പാടാൻ ശ്രമിക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ല. ഗാനാഞ്ജലി, എനിക്കറിയാം മോള് നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണല്ലേ. പാട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു നന്നായി പാടി ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ. സജ്ല, ഔട്ട് ഓഫ് 30? ഗാനാഞ്ജലിക്ക് 29 on 30. ഫിറോസിക്ക, out of 40? 39. 39 out of 40. And Shabnam, out of 30 again? 29. 29 out of 30. Total marks 97 out of 100. ഭയങ്കര ഹാപ്പി ആയില്ലേ? ആ ചിരി കാണുമ്പോൾ അറിയാം. അപ്പൊ 97 ആകുമ്പോഴത്തേക്കുള്ള അർത്ഥം എന്താണെന്നറിയാം? ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ എത്ര സ്കോർ ചെയ്യണം? 100. യെസ്. സോ ഓൾ ദ ബെസ്റ്റ് മോള്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ. താങ്ക് യു. ഇനി കുറച്ച് നേരത്തേക്ക് നമ്മുടെ എല്ലാ സമ്മർദ്ദങ്ങളും എല്ലാ ടെൻഷൻസും ഒക്കെ മാറ്റി വെക്കാനുള്ള സമയമാണ്. ബിക്കോസ് നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ചിരിയുറുമാലാണ്. ചിരിയുറുമാലിൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാൻ എത്തുകയാണ് നമ്മുടെ സർഫ്രാസ്. ഹായ്, എൻ്റെ പേര് സർഫ്രാസ്. ഞാൻ ചിരി റൗണ്ടിൽ പാടാൻ പോകുന്നത് പേരാറ്റിൻകരയിൽ വെച്ച് എന്ന ഗാനമാണ്. ഞാൻ ആ ഗാനം നന്നായി പഠിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം. സർഫ്രാസ് അഹമ്മദ് ബിൻ അക്ബർ. നീണ്ട പേരുള്ള കുട്ടി ഇതാണ് അല്ലേ? അപ്പോൾ ഇന്ന് ഈ ഒരു ക്യാരക്ടറൊക്കെ കണ്ടിട്ട് ആരായിട്ടാണ് വന്നേക്കുന്നത്? ബഹദൂർ. അതാണോ ഈ കുട്ടി മീശ ഇങ്ങനെ ചാപ്ലിൻ മീശയൊക്കെ? ഇത് അഴിഞ്ഞു പോത്തില്ലല്ലോ, കുറെ കെട്ടുകളുണ്ടല്ലോ മുണ്ടില്. ഏത് പാട്ടാ പാടാൻ പോകുന്നത് സർഫ്രാസ്? പേരാറ്റിൻകരയിൽ വെച്ച്. ഓക്കെ. എത്ര പേരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ?
ഒരാൾ മാത്രമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ നന്നായിട്ട് ചിരിപ്പിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ. നന്നായിട്ട് പാടും മോനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പേരാറ്റിൻകരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോൾ പേരക്ക ആ പേരക്ക എന്ന് പറഞ്ഞോളെ. എലിക്കരികിൽ നിന്ന് മയിലാഞ്ചി കൈ കൊണ്ട് വായക്ക ആ വായക്ക വറുത്തത് തന്നോളെ. പേരാറ്റിൻകരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോൾ പേരക്ക ആ പേരക്ക എന്ന് പറഞ്ഞോളെ. അത്താറ് പൂശിയെടുത്ത കത്തു ഞാൻ അയച്ചതിൽ സത്യം മുഴുവനും പറഞ്ഞില്ലേ. എന്റെ മുത്തേ നീ വായിച്ചിട്ടി കുത്തുവാക്കാകും പേന കത്തി കൊണ്ടെന്റെ നെഞ്ച് പിളർന്നില്ലേ. പേരാറ്റിൻകരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോൾ പേരക്ക ആ പേരക്ക എന്ന് പറഞ്ഞോളെ. വേലിക്കരികിൽ നിന്നു മയിലാഞ്ചി കൈ കൊണ്ട് വായക്ക ആ വായക്ക വറുത്തത് തന്നോളെ. പാച്ചോറ് വിളമ്പേണ്ട കൈ കൊണ്ടെനിക്ക് പയങ്കഞ്ഞി വിളമ്പിയതെന്താണ്? മക്കാറ് കളഞ്ഞില്ല എങ്കിലൻ മയിലെ നിൻ നിക്കാഹിന് നിന്റെ വീട്ടിൽ രണ്ട് മയ്യത്ത്. നിക്കാഹിന് നിന്റെ വീട്ടിൽ രണ്ട് മയ്യത്ത്. പേരാറ്റിൻകരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോൾ പേരക്ക ആ പേരക്ക എന്ന് പറഞ്ഞോളെ. വേലിക്കരികിൽ നിന്ന് മയിലാഞ്ചി കൈ കൊണ്ട് വായക്ക ആ വായക്ക വറുത്തത് തന്നോളെ. കരളിന്റെ നാല് കെട്ടിൽ കാരിഞ്ചാത്തൻ കടന്നു പോൽ പൊരിയുന്ന തീ കൽബിൽ പടർന്നല്ലോ. പെണ്ണെ പെണ്ണെ നിന്നോർമ്മയാകും കണ്ണിമാങ്ങ കറി കൂട്ടി കണ്ണിൽ നിന്നും ചുടു കണ്ണീർ വരുന്നല്ലോ. കണ്ണിൽ നിന്നും ചുടു കണ്ണീർ വരുന്നല്ലോ. പേരാറ്റിൻകരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോൾ പേരക്ക ആ പേരക്ക എന്ന് പറഞ്ഞോളെ. വേലിക്കരികിൽ നിന്ന് മയിലാഞ്ചി കൈ കൊണ്ട് വായക്ക ആ വായക്ക വറുത്തത് തന്നോളെ. പേരാറ്റിൻകരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോൾ പേരക്ക ആ പേരക്ക എന്ന് പറഞ്ഞോളെ. സർഫ്രാസ്, ഓ നിങ്ങൾ ശരിക്കും എന്താ പറയുക, സിംഗേഴ്സ് മാത്രമല്ല, നിങ്ങൾ പെർഫോമേഴ്സ് ആണ് അല്ലേ? പാടിക്കൊണ്ട് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ് മോനെ. എന്താണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാം, കണ്ണിനും കാതിനും എല്ലാം ഭയങ്കര ഒരു ട്രീറ്റ് തന്നെയാണ് മോനും ഇവിടെ ഹാദിയക്കുട്ടിയും കൂടെ നൽകിയത്. ഓക്കെ, സോ ഇനി നമുക്ക് അറിയേണ്ടത് ശരിക്കുള്ള പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞാൽ പോരല്ലോ. സോ ജഡ്ജസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. സജ്ല, ആരായിട്ടാ വന്നത്? ബഹദൂർ. ആണല്ലേ, കലക്കിട്ടോ. താങ്ക് യു. പെർഫോമൻസ് വൈസ് ഒന്നും പറയാനില്ല, നന്നായിട്ട് കലക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു പാട്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട്, നന്നായിരുന്നു കേട്ടോ. ആ സോങ് സെലക്ഷനൊക്കെ നന്നായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്റ്റേജൊക്കെ യൂസ് ചെയ്തുകൂടായിരുന്നില്ലേ? എന്താണ് അവിടെ നിന്നിടത്ത് തന്നെ കളിച്ചുകൊണ്ടിരുന്നത്? കുറച്ചുകൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കുറച്ചുകൂടെ ആക്ഷൻസൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. മോക്കൊക്കെ കുറച്ച് പോർഷൻസേ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആകെ ഞാൻ കണ്ടത് ഒരു തോർത്ത് അവിടെ നിന്ന് മടക്കി വെക്കുന്നത്. ആ മടക്കി വെച്ചതാണെങ്കിൽ ശരിയായിട്ടുമില്ല. കുറച്ചുകൂടെ യൂസ് ചെയ്യായിരുന്നു കേട്ടോ. കോമഡി അല്ലേ, അപ്പം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാമായിരുന്നു. പിന്നെ മോന് കുഴപ്പമില്ലാണ്ട് പാട്ട് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. തിങ്സ് ഒന്നും അങ്ങ് ഒടിഞ്ഞ് വരുന്നില്ല. അപ്പോൾ മോൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈൽ സിംഗിങ് വരുന്നുണ്ട്, അത് എല്ലാ പാട്ടിലും മാച്ച് ചെയ്തു ഒന്നും വരില്ല. അപ്പോൾ അതൊന്നും മാറ്റിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.
താങ്ക് യു സജ്ല. ഫിറോസിക്ക. ബഹദൂർക്കയാണോ? ബഹദൂർക്ക എന്നേ പറയാവൂ കേട്ടോ, ഇങ്ങനെ പറയാവൂ കേട്ടോ. ഇത് ഭാസ്കര മാഷ്ട വരികൾ ബാബുക്ക ഈണമിട്ട് ബാബുക്ക തന്നെ പാടിയതാണ്. ബാബുക്കയുടെ കോമഡി പാട്ടുകളുടെ ശൈലി തന്നെ ഒന്ന് വേറെയാണ് കേട്ടോ. ഒറിജിനൽ ബാബുക്കയുടെ സിംഗിങ് വല്ലാത്തൊരു ഒരു വല്ലാത്ത ആലാപനമാണത്. അത് മോൻ്റെ ഒരു ശൈലിയിലാണ് പാടിയത് കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മോന് അവസാനം, ഞാൻ പേടിച്ചു, ബാബുക്ക പേരക്കയെന്ന് പറഞ്ഞോളേ ഒരു നോട്ട് നിർത്തിയിട്ടുണ്ട്. അതൊരു പാടലാണ് പാടിയിട്ടുള്ളത്. അത് മോൻ എങ്ങനെ പാടുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുക തുടക്കം മുതൽ. അത് പാടുമോ? ഇല്ല, അത് പാടില്ലായിരിക്കും എന്നൊക്കെയാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. പക്ഷെ അതൊരു പാടലാണ് പാടിയത്, ഗംഭീരമായി പാടിയത്. ആ നോട്ടിലേക്ക് എത്തിച്ച് പിടിച്ചു. അവിടെ മോനൊരു ആക്ഷനും കാണിച്ചില്ലേ, നെറ്റിക്ക് കൈവച്ച് ഇരുന്നു അല്ലേ, അങ്ങനെയൊക്കെ ഇരുന്ന് ആ നോട്ട് പോവും ചിലപ്പോൾ തൊണ്ടേന്ന്, പക്ഷേ പോയില്ല, മനോഹരമായിട്ട് പാടി കേട്ടോ ആ ഭാഗമൊക്കെ. പിന്നെ ഒന്ന് പ്ലാനുകളൊക്കെ ഒന്ന് സ്റ്റഡി ആക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞു തരണമല്ലോ നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾ എന്താ കരുതുക, പേരാറ്റിൻ കരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോൾ എന്നുള്ള പാട്ട് ഞാൻ പാടിയത് ശരിയാണ് എന്ന് ഫിറോസ്കയും ഷബനവും സജലയും ഒക്കെ പറഞ്ഞു എന്നല്ലേ ധരിക്കുക. അപ്പോൾ മോൻ അങ്ങനെ തന്നെ തുടർന്ന് പോവും. അതല്ല വേണ്ടത് അല്ലേ, ഈ പാട്ട് തിരുത്തപ്പെടണ്ടേ, കൃത്യമാക്കണ്ടേ, അതിനാണ് ഇത് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ഇതിലെ പ്ലാനുകളൊക്കെ സ്റ്റഡി ആയിട്ട് ഒന്നുകൂടി കേട്ട് പഠിച്ചെടുത്താൽ മോന് പാടാം കേട്ടോ. ബെസ്റ്റ് ഓഫ്. താങ്ക് യു ഫിറോസിക്ക. ഷബ്നം. നന്നായിട്ട് പാടി മോനെ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനും കാണാനും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എവിടെയാണെന്നറിയോ, മോനെ ആദ്യം പിടിച്ച് കറക്കിയപ്പോൾ മോൻ പാടിയില്ലേ ഒരു പോർഷൻ, അത് തെറ്റിയില്ല, അത് കറക്റ്റായിട്ട് പാടി. അങ്ങനെ കറക്കുമ്പോഴൊന്നും നമ്മുടെ ലെവല് പോകേണ്ടതാ ശരിക്കും, പക്ഷെ അവിടെ മോൻ നന്നായിട്ട് പാടി. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു എടുപ്പ്, അതിങ്ങനെ ഇരുന്നപ്പോഴും ഒന്നും പിച്ച് ഔട്ടൊന്നും ആയിട്ടില്ല, ഇങ്ങനെ അനങ്ങിയിട്ട് പോലും ഇല്ല ആ നോട്ടിൽ നിന്ന്. അതൊക്കെ ഭയങ്കര പ്ലസ്സസ് ആണ്, പോസിറ്റീവ്സ് ആണ്, അതൊക്കെ വലിയ പോസിറ്റീവ്സ് ആണ് കേട്ടോ. പ്രാക്ടീസ് ചെയ്യണം. ഈ ഷെഡ്യൂളിൽ മിക്ക കുട്ടികളുടെ അടുത്തും ഇത് തന്നെയാണ് പറയുന്നത്, പ്രാക്ടീസ് 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 ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. സർഫ്രാസ്, അടുത്ത എന്താണെന്നറിയാലോ? യെസ്, മാർക്സിലേക്ക് കടക്കാം. ഷബ്നം, ഔട്ട് ഓഫ് 30? 28. 28 out of 30. ഫിറോസിക്ക, out of 40? സർഫ്രാസിന് 38. 38 out of 40. And Sajla, out of 30? സർഫോന് again 28. 28 out of 30. അതായത് ടോട്ടൽ മാർക്സ് 94 out of 100. ഇപ്പൊ സർഫ്രാസ് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു അല്ലേ? അപ്പോൾ ഇനിയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം. നമുക്ക് 100 വാങ്ങിക്കണം അടുത്ത റൗണ്ടിൽ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോനു. താങ്ക് യു ഹാദിയ. താങ്ക് യു. ഒരുപാട് അസുലഭ നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇത് അല്ലേ? ഇനി ഗംഭീര പെർഫോമൻസസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അറിയേണ്ടത് സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ് ആരാണെന്നാണ്. നമ്മുടെ വിധികർത്താക്കളാണ് പറയേണ്ടത്. നമുക്ക് നമ്മുടെ ജഡ്ജസിനെയും നമ്മുടെ കണ്ടസ്റ്റൻസിനെയും സ്വാഗതം ചെയ്യാം. സ്റ്റാർ ഓഫ് ദി എപ്പിസോഡിന് ലഭിക്കുന്നത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പ്രിൻസ് പട്ടുപാവട എറണാകുളം നൽകുന്ന ഒരു ഗംഭീര അടിപൊളി പട്ടുപാവടയാണ്. ആൻഡ് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ക്ലാസിക് മെൻസ് ബൈ അങ്കമാലി നൽകുന്ന ഷെർവാണി. സോ ഹൂ ഇസ് ദ സ്റ്റാർ ഓഫ് ദി എപ്പിസോഡ്? ഫിറോസിക്ക ആസ് യൂഷ്വൽ. ഇർഫാനും സർഫ്രാസും ഗാനാഞ്ജലി. എനിക്ക് തോന്നുന്നതല്ല കേട്ടോ, ഞങ്ങൾക്ക് മൊത്തമായിട്ട് തോന്നിയത് ഇർഫാൻ പാടിയതൊരു കോമഡി സോങ്. അത് ഒരു ഇർഫാനൊക്കെ വളരെ എഫർട്ട്ലെസ് ആയിട്ട് പാടാവുന്നൊരു പാട്ട്. അങ്ങനെ 3 പാട്ടുകൾ എടുത്ത് വിലയിരുത്തി നോക്കുമ്പോൾ സർഫ്രാസ് പാടിയതിലെ പിന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അവന് മനസ്സിലായതാണ്. എനിക്ക് തോന്നുന്നു ഒരു മെസ്സേജിനെ വലിയ തലത്തിൽ വെച്ച് നോക്കുമ്പോൾ ഗാനാഞ്ജലി പാടിയ പാട്ടിൻ്റെ സിംഗിങ്ങും നന്നായിരുന്നു. ടഫ് സോങ് എടുത്ത് പാടി, മെസ്സേജ് വൈസ് വല്ലാത്തൊരു മെസ്സേജ് കൊടുത്തൊരു പാട്ടാണ് അല്ലേ മോളെ? വലിയ മെസ്സേജ് കൊടുത്ത റൂഹിന് പറയാനാകുമോ എന്ന പാട്ട് പാടിയ ഗാനാഞ്ജലിയാണ് ഈ എപ്പിസോഡിലെ സ്റ്റാർ. സോ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ് ഈസ് ഗാനാഞ്ജലി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ആഘോഷത്തിന് മൂഡിലാണല്ലേ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആഘോഷിക്കാതെ നമുക്ക് നിർത്താനും വയ്യ. നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. സീസൺ 1 നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കൊച്ചു ഗായിക, മറ്റാരുമല്ല, നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. യെസ്, പുണ്യ.
ഒരുപാട് സന്തോഷമുണ്ട് മോളെ ഇവിടെ വന്നതിൽ. കാരണം നമ്മൾ ഈ ഒരു എപ്പിസോഡ് തുടങ്ങിയത് തന്നെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് മസ്റ്റാണ്. ഇപ്പോൾ സീസൺ 1 ഫൈനലിസ്റ്റ് ആണ് പുണ്യ അല്ലേ? ഒരുപാട് അടിപൊളി എക്സ്പീരിയൻസസ് ഉണ്ട് അല്ലേ? ഇവിടെ നിൽക്കുന്ന സജ്ലയ ചേച്ചിനെ അറിയാം, അതേപോലെ ഫിറോസിക്കനെ അറിയാം അല്ലേ? ഷബ്നത്തനെ അറിയാം. ഷബ്നത്തിനെ അറിയാം. ഫിറോസിക്ക എന്തുണ്ട് പറയാൻ? അല്ലാഹു അല്ലാഹു എന്നൊരു പാട്ട് പാടി തകർത്തതാണ്. ഞങ്ങളെ കഴിഞ്ഞ കുട്ടിപ്പട്ടുമാലിൽ ഞങ്ങളെ വിധികർത്താക്കളെ എഴുന്നേറ്റ് നിർത്തിയ ഒറ്റ പാട്ടേ ഉള്ളൂ അല്ലേ സജില? അല്ലാഹു അല്ലാഹു അങ്ങനെ ഒരു പാട്ട് ഒരു ഖവാലി തകർത്ത് പാടിയതാണ്. അപ്പോൾ പുണ്യയുടെ ഈ വരവിൽ സന്തോഷം. നല്ലൊരു പാട്ട് പ്രേക്ഷകർക്ക് പാടിക്കൊടുക്കുക.